ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇത്തവണത്തെ ISLന് പൂർണ്ണ ശക്തിയോടുകൂടിയാണ് മോഹൻ ബഗാൻ കടന്നു വരുന്നത്. പ്രശസ്ത പരിശീലകനായ സെർജിയോ ലൊബേറയാണ് അവരെ ഇപ്പോൾ പരിശീലിപ്പിക്കുന്നത്. 6 വിദേശ താരങ്ങളെയും അവർക്ക് ലഭ്യമാണ്. കിരീട ഫേവറേറ്റുകളിൽ ഒന്ന് അത് മോഹൻ ബഗാൻ തന്നെയാണ്. എന്നാൽ ഇതുകൊണ്ടൊന്നും അവസാനിപ്പിക്കാൻ മോഹൻ ബഗാൻ ഒരുക്കമല്ല. ഈ സീസണിന് ശേഷം അടുത്ത സമ്മറിൽ ഇനിയും കൂടുതൽ താരങ്ങളെ കൊണ്ടുവരാൻ മോഹൻ ബഗാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ട്. മികച്ച വിദേശ താരങ്ങളെയും മികച്ച ഇന്ത്യൻ താരങ്ങളെയും ടീമിലേക്ക് കൊണ്ടുവരാനാണ് മോഹൻ ബഗാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വലിയ ഒരു ലേഖനം MBFT ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് അടുത്ത സമ്മറിലെ മോഹൻ ബഗാന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇവർ വിശകലനം ചെയ്തിട്ടുണ്ട്. ഒരു വലിയ അഴിച്ചുപണിക്ക് തന്നെയാണ് ലൊബേറ ഇപ്പോൾ ഒരുങ്ങുന്നത്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ടീമിനകത്തുള്ള 2 വിദേശ താരങ്ങളെ ഒഴിവാക്കി മധ്യനിരയിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ലൊബേറയ്ക്ക് ഇപ്പോൾ താല്പര്യമുണ്ട്. മിക്കവാറും പെട്രറ്റോസ്, കമ്മിങ്സ് എന്നിവർക്കായിരിക്കും പുറത്ത് പോവേണ്ടി വരിക. ഇനി റോബ്സൺ റോബിഞ്ഞോയെ ഒഴിവാക്കുമോ എന്നുള്ളത് വ്യക്തമല്ല. ഹ്യൂഗോ ബോമസിനെ കൊണ്ടുവരാൻ ഈ കോച്ചിന് വളരെയധികം താല്പര്യമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ലൊബേറയുടെ ഇഷ്ടതാരമാണ് ഹ്യൂഗോ ബോമസ്. നേരത്തെ മോഹൻ ബഗാന് വേണ്ടി ബോമസ് കളിക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത സമ്മറിൽ ഹ്യൂഗോയെ കൊണ്ടുവരാൻ വേണ്ടി ലൊബേറ ശ്രമിച്ചേക്കും. കൂടാതെ ഒരു ലാറ്റിൻ അമേരിക്കൻ മധ്യനിര താരത്തെ കൂടി ഇപ്പോൾ മോഹൻ ബഗാൻ നിരീക്ഷിക്കുന്നുണ്ട്. ആ താരത്തിന്റെ പേര് വ്യക്തമായിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് വരുന്ന മെയ് മാസത്തിൽ അവസാനിക്കും. അടുത്ത സീസണിലേക്ക് ആ ലാറ്റിൻ അമേരിക്കൻ താരത്തെ കൊണ്ടുവരാൻ മോഹൻ ബഗാന് താല്പര്യമുണ്ട്. സ്ട്രൈക്കർമാരെ ഒഴിവാക്കി മധ്യനിര ഒന്ന് ശക്തിപ്പെടുത്താനാണ് ഈ പരിശീലകൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർമാരെ മോഹൻ ബഗാന് ഇപ്പോൾ ആവശ്യമുണ്ട്. ഇനി ഡിഫൻസ് ശക്തിപ്പെടുത്താനും ടീം ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് നിലവിൽ മുംബൈ സിറ്റിയുടെ പ്രതിരോധ നിരയിൽ കളിക്കുന്ന ഒരു താരത്തെ വരുന്ന സമ്മറിൽ കൊണ്ടുവരാൻ മോഹൻ ബഗാന് താല്പര്യമുണ്ട്. ആ താരത്തിന്റെ പേര് MBFT ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മറ്റൊന്ന് കോറു സിംഗുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അത് ഇന്നലെ തന്നെ നമ്മൾ വീഡിയോ ചെയ്തതാണ്. അതായത് മോഹൻ ബഗാന് കോറു സിംഗിൽ വലിയ താല്പര്യമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. നല്ല ഓഫർ നൽകിക്കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് കോറു സിംഗിനെ കൈവിടും എന്നാണ് മോഹൻ ബഗാന്റെ ഒരു വിശ്വാസമായിക്കൊണ്ട് വരുന്നത്. പക്ഷേ ബ്ലാസ്റ്റേഴ്സ് കോറു സിംഗിനെ കൈവിടില്ല എന്ന വിശ്വാസം ആരാധകർ വെച്ച് പുലർത്തുന്നുണ്ട്. അടുത്ത സമ്മറിൽ പ്രധാനമായും 3 പൊസിഷനുകൾ ശക്തിപ്പെടുത്താനാണ് മോഹൻ ബഗാൻ ഉദ്ദേശിക്കുന്നത്. അതായത് മുന്നേറ്റ നിരയിലേക്ക് ഒരു ഇന്ത്യൻ വിങ്ങറെ കൊണ്ടുവരണം. കൂടാതെ ഒരു ഇന്ത്യൻ ഡിഫൻഡറെ അവർക്ക് ആവശ്യമുണ്ട്. കൂടാതെ വിദേശ മധ്യനിര താരങ്ങളെയും വേണം. കോറു സിംഗിന് പുറമെ ഗോവയുടെ ബ്രൈസൺ ഫെർണാണ്ടസിനെ ഇവർ പരിഗണിക്കുന്നുണ്ട്. നമുക്കറിയാം, അദ്ദേഹം വിങ്ങറാണ്. ഇതിനൊക്കെ പുറമെ ഇസാക്ക്, പാർദിബ്, ഗോഗോയ്, അതുപോലെ തന്നെ സനാൻ, ചാങ്തെ എന്നിവരെയും മോഹൻ ബഗാൻ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഒരു മികച്ച ഇന്ത്യൻ വിങ്ങറെ എന്തായാലും അടുത്ത സമ്മറിൽ കൊണ്ടുവരാനാണ് മോഹൻ ബഗാന്റെ പ്ലാൻ. ഇങ്ങനെ കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ ലൊബേറ ഇപ്പോൾ ഉദ്ദേശിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.